വീട്ടിലും സബാഹിനെ അറിയുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും സബാഹക്ക് വന്നിക്കണേ. അതൊരു എന്നെ സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത്, ഞാനത് തുറന്ന് പറയാതെ ഇന്നലെ സുഹൃത്ത് സബാഹ് സ്ക്വയറിനെ പറ്റിയിട്ട് കുറേ കളിയാക്കി. അതും ഞാനൊരു അവാർഡായിട്ട് സ്വീകരിച്ചു. സ്വന്തമായിട്ട് കാരാത്തോട്ട് കൂരിയാട്ടിന്റെ ഇടയിൽ മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കാത്ത ആൾക്കാരാണ്. മൂത്രമൊഴിക്കാൻ, നിങ്ങൾ ആലോചിച്ചോളി, മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല. എന്നിട്ട് സബാഹ് സ്ക്വയറിനെ കുറ്റം പറയുകയാണെങ്കിൽ അത് ഞാനൊരു അവാർഡായിട്ട് തന്നെ സ്വീകരിക്കുക. കാരണം അവർക്കൊരു എതിരാളി തന്നെയാണ് സബാഹ് സ്ക്വയർ, സംശയമൊന്നുമില്ല. ഈ വേങ്ങരയിലെ 18-20ഓളം സ്കൂളുകൾക്ക് സ്പോർട്സ് നടത്താനും ഞാനടക്കമുള്ള വല്യപ്പാരും ഇപ്പൊ ഷക്കീല ടീച്ചർ പോലെയുള്ള വല്യമാരും ഞങ്ങൾക്കൊക്കെ പേരക്കുട്ടികൾ അടക്കമുണ്ട്. അപ്പോ അവർക്കൊക്കെ കൂടിയിരിക്കാനുള്ള സ്ഥലം, മത, രാഷ്ട്രീയ, ജാതി, ആൺ പെൺ വ്യത്യാസമില്ലാതെ കൂടിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാക്കിയതിനാണ് ഇത്രയധികം എൻ്റെ തന്തക്കും തള്ളക്കൊക്കെയാണ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് എല്ലാവരും കാണുക. ഞാനതിങ്ങനെ കണ്ട് ആദ്യമൊക്കെ കുറെ വിഷമമുണ്ടായി. പിന്നെ ഞാൻ ചിരിക്കൽ തുടങ്ങി. കാരണം അവർക്ക് ഒത്തൊരു എതിരാളി ആയതുകൊണ്ട് മാത്രമല്ല എൻ്റെ തന്തക്കും തള്ളക്കും വിളിക്കണം. മരിച്ചുപോയ എൻ്റെ വാപ്പാനും ഉമ്മാനെയാണല്ലോ സബാഹ് സ്ക്വയർ ഉണ്ടാക്കിയതിന്. അവർക്ക് ആർക്കും ഒരു 100 രൂപ പോലും മുടക്കില്ലാതെ ഉണ്ടാക്കിയത്. എന്തിനാ അങ്ങനെ എത്ര ചീത്ത പറഞ്ഞു നോക്കി. അപ്പൊ ആലോചിച്ചപ്പോ ഈ സബാഹ് സ്ക്വയർ ഉണ്ടാക്കി അന്ന് തന്നെ ഒരു ഗ്രൗണ്ടിന് 3 ഏക്കർ സ്ഥലം ഊരകം പഞ്ചായത്തിൽ തറക്കല്ലിട്ട് 9 കോടി 8 കോടി 95 ലക്ഷം രൂപ വകയിരുത്തി 5 കോടി രൂപ അതിന് ചെലവാക്കി. ഇന്നും പോയി കണ്ടാൽ ഒരു പ്രേത ഭൂമിയായി മാത്രം നിലനിൽക്കുന്ന, ശാസ്ത്രീയമായി ഫുട്ബോളിനെ പറ്റിയിട്ടോ സ്പോർട്സിനെ പറ്റിയിട്ടോ യാതൊരു വിവരമില്ലാത്ത രൂപത്തിലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ആര് പോയാലും അത് കാണാം. നമ്മളെ സഖാവ് ജലീൽ അതിന്റെ ഒരു വീഡിയോ ആ പേജിൽ പോയി നോക്കി അങ്ങ് കാണാം. എല്ലാ വേങ്ങരയിലെ എല്ലാ വേസ്റ്റും കൊണ്ടേയിടുന്ന ഒരു സ്ഥലം, അതിന് മുഴുവനും പൈസ വാങ്ങാം. 5 കോടി രൂപ അതിന് ചെലവാക്കി. സാധാരണ ഒരു ബിടെക് പാസ്സായ ഒരു എഞ്ചിനീയറോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് തന്നെ ഒരു 1-1.5 ലക്ഷം റുപ്യക്ക് ഒരു ഏക്കർ സ്ഥലം, ഒരു 1-1.5 കോടി റുപ്യക്ക് സ്ഥലം കിട്ടും. 3 ഏക്കർ സ്ഥലം വാങ്ങിയ 4.5 കോടിക്ക് ഗ്രൗണ്ടായി. ഇനിയും ആ 9 കോടി രൂപ ചെലവാക്കിയാലും ഗ്രൗണ്ട് ആവൂല. ഞാനത് അഭിമാനത്തോടു കൂടി സബാഹ് സ്ക്വയറിന് എതിരാളി വരട്ടെ. ഞാനെന്ത് പറയും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, ഒരു സബാഹ് സ്ക്വയറിന് 3 സബാഹ് സ്ക്വയറിന് അങ്ങനെയല്ല മത്സരം വരല്. ഞാൻ അങ്ങനെ മത്സരിക്കും. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ 3 ഗോൾ തിരിച്ചടിക്കാൻ പറ്റുമോ നോക്കുക. അതാണ് മത്സരം. തന്തക്കും തള്ളക്കും വിളിക്കലല്ല, സ്ഥിരമായിട്ട് വിളിക്കുക. ഇപ്പൊ നമ്മളെ മേമാലിയൊക്കെ ആണെങ്കിൽ മറുപടി കൊടുക്കുക. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, നമ്മളെ മേമാലിന്റെ സുഹൃത്ത്, ഞങ്ങൾക്ക് രാവിലെ നീന്താൻ പോകുന്ന ആൾക്കാരാ. ഞാൻ പറഞ്ഞു ഓല് എങ്ങനെ പറഞ്ഞോട്ടെ, ഓൽക്ക് പറഞ്ഞു മടുത്തോളും. കാരണം അത് ഈ ദേഷ്യം എങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ച സങ്കടം ഉണ്ടെങ്കിലും പിന്നെ ഇവർക്ക് ദേഷ്യം കൂടുതൽ എന്തുകൊണ്ടാന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ വീടിന്റെ ഉള്ളിൽ ചെന്ന് എന്തായാലും സബാക്ക അങ്ങക്കാണ് എന്റെ വോട്ട്. ഇപ്പൊ മുസ്തഫാക്ക് അടക്കം എന്നെ സബാക്കാന്ന് വിളിക്കുന്നത്. അപ്പൊ വയസ്സ് നോക്കിയപ്പോൾ ഞങ്ങൾ തമ്മിൽ 5-6 വയസ്സിന് വ്യത്യാസമുണ്ട്. എല്ലാവരും സബാക്കാന്ന് വിളിച്ചു തുടങ്ങിയപ്പോ എന്റെ പേരക്കുട്ടി എന്നെ സബാക്ക വിളിക്കൽ തുടങ്ങി. അതപ്പോ രസം, എല്ലാവരും വിളിച്ചു ഓളും അത് വിളിക്കുന്നത്. നമ്മളെ ഇതിന് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഓളുണ്ട്, ഞാനുണ്ട് ഇപ്പ എന്ന് പറഞ്ഞാൽ അവളും പോകുന്നു. അതൊക്കെ ഈ നാട് എന്നോട് കാണിക്കുന്ന, പ്രത്യേകിച്ചും എനിക്കതൊരു ഭയങ്കര സന്തോഷം. ഇന്നൊരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ലേഖകന് വന്ന് ചോദിച്ചു, എന്താ സഭാക്കങ്ങളെ ഈ ഒരു സന്തോഷത്തിന്റെ രസം. കാരണം കുറേ ആൾക്കാരോട് ചിരിച്ചാൽ മതി. ദിവസങ്ങൾ ചിരിച്ചു നോക്കി, ഒരു മുടക്കില്ലാത്തൊരു സാധന ചിരി. ചിരിക്കാൻ നമുക്കൊരു സ്ഥലം വേണ്ട. ആദ്യം വെറുതെ എങ്ങനെ ചിരിച്ചാൽ വട്ടാണെന്ന് അറിയും. സബാഹ് സ്ക്വയർ പോയിച്ച് ആരോടും ചിരിക്കാം. നമുക്ക് അറിയാത്ത കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഈ 4-5 പഞ്ചായത്ത് 5-6 പഞ്ചായത്തൊന്നും വേങ്ങരും അതേമാതിരി കോട്ടക്കലിനൊക്കെ ആൾക്കാരും ചിരിച്ച് നമ്മളിങ്ങനെ നടക്കുന്നേ. അപ്പൊ ആ നടത്തത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം ഇവർക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. ഈ മതവും ജാതിയും രാഷ്ട്രീയം, ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയം വേങ്ങരയിൽ തന്നെ നമുക്ക് മാറ്റി എഴുതണം. അതാണ് നമ്മൾ ആവശ്യം. ആരും കണ്ടുകൂടാത്ത രാഷ്ട്രീയം, നമ്മൾ മത്സരം, ആ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മത്സര സമയത്ത് മാത്രം മതി. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയിരുന്ന് പോണ്ടേ. അതല്ലേ വികസനം. എന്ത് സാധനം കൊണ്ടു വന്നാലും അതിനെതിര് പറയുക, അതിന് പാര വെക്കുക. എന്നാ സ്വന്തം ഇത്രയും കാലം നിങ്ങളെ കാരാത്തോട് ടൗണ് മാത്രം ഒന്ന് പോയി ഒന്നിങ്ങനെ ആലോചിച്ചൊക്കെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം, എന്റെ ഡ്രൈവർ നമ്മളെ കുമാരന്റെ അളിയനാ. നമ്മൾ ഫുട്ബോളിന് വീടുണ്ടാക്കി കൊടുത്ത കുമാരുണ്ട്, അവന്റെ അളിയനാ. അവന് മൂത്രയിക്കാൻ നോക്കിയപ്പോഴാണ് കാരാത്തോട് അങ്ങാടിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലായത്. ഒരു ബാത്റൂമില്ല. പറയുമ്പോ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ട്, ബ്ലോക്ക് മെമ്പർ ഉണ്ട്, MLA ഉണ്ട്, മന്ത്രി ഉണ്ട്. ഇല്ലേ?
അവരെ സ്വന്തം സ്ഥലത്ത് പോലും ഈ ഒരു സൗകര്യം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്, അതുപോലും ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ സഭാ സ്ക്വയറിനെ കുറ്റം പറയും. എന്ത് തെറ്റേ ഞാൻ ചെയ്തു? അതാ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയത്. അപ്പൊ എന്തൊക്കെ വന്നാലും ശരി, നമ്മൾ ഒന്നിച്ച് ഈ വേങ്ങരക്കാര് രാഷ്ട്രീയമൊക്കെ മറന്ന് ആരെങ്കിലും ഒരാൾ ഇതിന് മുന്നിൽ നിൽക്കണ്ടേ, ഒരാളെങ്കിലും നിൽക്കണം. ഇതൊരു സഭാഹ് മാത്രമല്ല, ഇന്ന് വേങ്ങരയില് നമ്മൾ നിയമസഭയ്ക്ക് മത്സരിക്കുന്നത്, വേങ്ങരയിലെ ആൺ പെൺ വ്യത്യാസമില്ലാത്ത കുട്ടികള്, യങ്സ്റ്റേഴ്സ് നിൽക്കുന്ന ഒരു രൂപമുണ്ട് സഭ. എവിടുന്ന് കണ്ടാലും ഈ ചിരിയും ഈ പിടുത്തുക, അത് മുഴുവനും നമുക്ക് വോട്ടായി മാറും. ഇവരെത്രയൊക്കെ കളിയാക്കിക്കോട്ടെ, ഇവർ കളിയാക്കി മടുക്കും. എന്തായാലും ഇതിന്റെ വോട്ടിംഗ് വരുമല്ലോ. എന്തായാലും ഏപ്രിൽ 9-ാം തീയതി ഇതിന്റെ വോട്ട് വരും. തീരുമാനം വേങ്ങരയിലെ ജനങ്ങൾ എടുക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പറ്റ പൊട്ടന്മാരൊന്നല്ലല്ലോ ഞങ്ങള് നാട്ടുകാര്. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കാലം ഓരോരുത്തരെ കൊണ്ടുവരും, ജയിപ്പിച്ച് കൊണ്ടുപോകും, ഓല് ഇങ്ങനെ ആക്കിയാണ് പോവുകയും ചെയ്യും. മൊബൈൽ നമ്പർ വരെ ഇവരുടെ ആരുടെങ്കിലും നമ്മളെടുത്തിട്ടുണ്ട്. എൻ്റെ മൊബൈൽ നമ്പർ ഏത് ചെറിയ കുട്ടികളെ എടുത്തില്ലേ? പന്ത് പൊട്ടി അപ്പോ സഭാക്ക പന്ത് വേണമെന്ന് പറയുമ്പോൾ എന്നെ വിളിക്കണില്ലേ? ഓരോ കുട്ടികളെ വിളിക്കണില്ലേ? അതിലും വലിയ സന്തോഷം എന്തിനാ വേണ്ടത്? ഇതിനൊന്നും സൗകര്യമില്ലാത്തവർ എന്തിനാ ഈ പണിക്ക് വരുന്നുണ്ട്? ഞാൻ അത് ചോദിച്ചൊരു ഫോൺ നമ്പർ പോലും ഇവർ കൊടുക്കൂല. വരികയാണെങ്കിലോ, ഞാൻ കുറ്റായിട്ട് പറയില്ല, വരികയാണെങ്കിൽ ഒരാൾക്ക് പോലും ഒരടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. എങ്ങനെ പോകുന്നുണ്ട്, ഞാൻ കണ്ടു ഇന്നലെയൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ വരിഞ്ഞൊരുക്കി ആരൊക്കെയോ വരുന്ന രൂപത്തില് സങ്കടമാണ്. എന്താണ് ആൾക്കാർക്കൊന്ന് കൈ മര്യാദ കൊടുത്ത് എല്ലാവരും ഒന്ന് കൂട്ടിപ്പിടിച്ച് പോയാൽ അതല്ലേ രസം. ഇതെന്തൊക്കെയോ കാട്ടിക്കൂട്ടല്. എന്താണ് ഈ കാട്ടിക്കൂട്ടേണ്ടത്? ആർക്കും വേണ്ടിയിട്ടാണ് കാട്ടിക്കൂട്ടുന്നത്? അതുകൊണ്ട് വേങ്ങരക്കാര്, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേ, ഞമ്മക്കൊരു MLA, ഇവിടുന്ന് ഒരു MLA, ഇങ്ങൾക്കൊരു MLA, ഞമ്മക്കൊരു MLA, അങ്ങനെ തന്നെ ഞാൻ പറയില്ലേ. നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഏത് സമയത്തും കാര്യങ്ങൾ പറയാനും, ഒരു ഹോസ്പിറ്റൽ കേസ്, ഒരു പോലീസ് സ്റ്റേഷൻ, അത്ര ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇത് വലിയ ലോകം. ഇവരാരും മുതലൊന്നും എഴുതി കൊടുക്കണ്ടല്ലോ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിപ്പിക്കാൻ കഴിയാത്തതിന് ഞാൻ ഈ 4 വർഷത്തില്, ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മളെ നവകേരള സദസ്സ് കഴിഞ്ഞതിന്റെ ശേഷം കുറച്ചും കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും കൂടി കഴിഞ്ഞു. കാരണം ഏകദേശം 20ഓളം മന്ത്രിമാരായിട്ട് നമ്മൾ പരിചയപ്പെട്ടു, ഉദ്യോഗസ്ഥന്മാരായിട്ട് ആരെ വിളിച്ചാലും ഇവരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും തഹസിൽദാർത്താണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. ഇതെന്താ ഇതിന് പറയാൻ? ഞാൻ എന്താ പറഞ്ഞത്, ഇതിനൊന്നും ഒഴിവില്ലാത്തവന് ഈ പണിക്ക് വരരുത്. കുറെ ദൂരത്തുനിന്നൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മതവും രാഷ്ട്രീയവും എല്ലാം കൂടി കൂട്ടിക്കലക്കി ഒരു ഔലിങ്ങഞ്ഞി രൂപത്തിൽ കൊണ്ടുവരികയാണ്. നമുക്കത് വേണ്ട. നമുക്ക് വേങ്ങർക്ക് എല്ലാ കാര്യം പറയാൻ നിങ്ങളെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച സഭാഹ് എന്ന് നിങ്ങളൊക്കെ ഒരു സഹോദരനായിട്ട്, മകനായിട്ട്, ഒരു പിതാവായി നിങ്ങളൊപ്പം ഞാൻ ഉണ്ടാവും, ഒരു കൂട്ടുകാരനായി.